ഇത് ഇന്നലത്തെ പേപ്പറാണ് തോന്നുന്നു. ഇത് ഇന്നലത്തെ ചിത്രങ്ങളൊക്കെ ഇന്നും കാണുന്നല്ലോ. ഡേറ്റ് ഒന്നും കണ്ണ് കാണുന്നില്ലേ? കണ്ണിടന്റെ ഗ്ലാസ് പൊട്ടിയിട്ട് എത്രയായി? ഇനിയിപ്പോൾ അവൻ വരണം, അതൊന്ന് മാറ്റി തരണമെങ്കിൽ. അല്ലാതെ ആരോട് പറയാൻ? ആ മീനാക്ഷി ഇടയ്ക്ക് ഇതേ പോകുന്നതാ. അവളെ നോക്കിയിട്ട് ഇവിടേക്ക് അവളെ ഒന്നും കാണുന്നില്ലല്ലോ. മോളെ, ഇത് അച്ഛമ്മന്റെ ഇന്നലത്തെ പേപ്പറാ. ഇന്നത്തെ പേപ്പർ ഒന്ന് എടുത്തിട്ട് വാ. എന്താ അച്ഛമ്മേ, മര്യാദയ്ക്കൊന്ന് ടി വി കാണാൻ സമ്മതിക്കില്ല. പേപ്പറൊക്കെ എടുത്തു പോകുമ്പോ നോക്കിയിട്ട് എടുക്കണ്ടേ? അച്ഛമ്മക്ക് കണ്ണും കാണിയില്ല. കണ്ണാടെവിടെ? ആകെ ഒരു ദിവസം ലീവ് കിട്ടുക, അന്നേരം മോളെ മോളെ നിങ്ങളെ വിളിച്ചെടുക്കും. അതിന് അച്ഛമ്മന്റെ കണ്ണട പൊട്ടിക്കിടക്കല്ലേ മോളെ? എത്രയായി പൊട്ടിയിട്ട്? നിന്റെ അമ്മ പൈസ കൊടുത്ത് നന്നാക്കി തരുവോ? ഇനി നിന്റെ അച്ഛൻ വരണോ നന്നാക്കണമെങ്കിൽ? അതുവരെ ഇങ്ങനെ തപ്പി തപ്പി പേപ്പർ വായിക്കുക. നീ എന്തെങ്കിലും കഴിച്ചോ? ഇതാ അമ്മ വിളിക്കുന്നത്. വിശന്നിട്ട് വയ്യ. അവള് വല്ലതും ആക്കിയിട്ടുണ്ടോ? ആർക്കറിയാം. അന്ന് എന്തെങ്കിലും ആക്കി ഇതാ അമ്മയെ പറഞ്ഞ വിളിച്ചു തരാ. ആ പരിപാടി ഇല്ല. അമ്മയും മോള് വരുന്ന അവിടെ നിന്ന് കഴിക്കും. ആ കുട്ടി എന്തെങ്കിലും വിളിച്ചു തരും. അതില്ല പറയാൻ പറ്റില്ല. അമ്മ തന്നെ വേഗം താ, നല്ല സിനിമയാ. വാ എടുത്തോ മോളെ. ഒരെണ്ണേ ആയിട്ടുള്ളൂ, എന്നാ പിന്നെ ആയി കഴിഞ്ഞിട്ട് വിളിച്ചാ പോരെ? എനിക്കറിയാം നീ നിന്റെ അച്ഛമ്മയുടെ അടുത്ത് വർത്താനം പറഞ്ഞ ഇങ്ങനെ ഇരിക്കാവുന്ന്. അച്ഛമ്മനോട് സംസാരിച്ച അമ്മക്ക് എന്താ? അല്ല, അച്ഛമ്മക്ക് എന്തെങ്കിലും കൊടുത്തോ? അച്ഛമ്മക്കുള്ള ബ്രെഡ് ഫ്രിഡ്ജിലുണ്ട്, ഞാൻ എടുത്ത് കൊടുത്തോളാം. പോയിരുന്ന് കഴിച്ചോളൂ. കറി അമ്മ കൊണ്ടുവരാട്ടോ. വേഗം കഴിക്കേ, ടി വി നോക്കാതെ. കുറച്ച് ചിക്കൻ സ്റ്റൂ മാത്രമേ ഒന്നുള്ളൂ കേട്ടോ. വേഗം കഴിക്കേ. ഒരു വെള്ളയപ്പം കൂടി തരട്ടെ? വേണ്ട. ഇത്ര വലിയ കുട്ടിയായിട്ട് ഒരു വെള്ളയപ്പം ആകെ കഴിക്കണത്. ഓംലെറ്റ് എന്തെങ്കിലും ഉണ്ടാക്കി തരട്ടെ? എനിക്കൊന്നും വേണ്ട. ആദ്യം അച്ഛമ്മക്ക് എന്തെങ്കിലും കഴിക്കാൻ കൊടുത്തേ. നീ ആദ്യം നിന്റെ കാര്യം നോക്ക്. അച്ഛമ്മയുടെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം കേട്ടാ. ഏതു നേരം അച്ഛമ്മ അച്ഛമ്മ അച്ഛമ്മ. ഞാൻ വല്ലതും കഴിച്ചോന്ന് നീ ചോദിച്ചാ? ഇല്ലല്ലോ. ഇന്നും വെള്ളയപ്പാണല്ലേ? ഒരെണ്ണം പോലും എനിക്ക് അവള് കഴിക്കാൻ തരില്ല. എപ്പോഴും 2 ഉണക്ക ബ്രെഡ് കൊണ്ട് തരും. ഞാൻ എന്താ വല്ല അസുഖം പിടിച്ച് കിടക്കുകയാണോ? ദുഷ്ടത്തി. എത്ര പൈസ എൻ്റെ മോൻ അയക്കുന്നത്? എല്ലാം അവള് സ്വന്തം കയ്യിൽ വെച്ചിട്ടും അവളുടെ വീട്ടിലേക്ക് വേണ്ടത് വാങ്ങും കൊടുക്കും ചെയ്യല്ലാണ്ട് ഒരു മരുന്ന് പോലും എനിക്ക് വാങ്ങിത്തരില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കഴിഞ്ഞ് എന്തെങ്കിലും എടുക്കുക കഴിക്കുക ചെയ്യാ പറഞ്ഞ ആ മാവിനെയൊക്കെ വെച്ച് ഫ്രിഡ്ജിൽ പൂട്ടി വെച്ചിട്ട് പോകും. ഒരു പഴങ്ങളൊന്നും അതും പുറത്ത് വെക്കില്ല. എൻ്റെ മോൻ വിളിക്കുമ്പോൾ ഞാൻ 2 വാക്ക് പറയാന്ന് പറഞ്ഞ് മൊബൈലും തരില്ല. അവൻ വിളിക്കുമ്പോഴൊക്കെ പറയും, അമ്മ ഞാൻ പൊന്നു പോലെ നോക്കുന്നുണ്ട് എന്നുള്ളത്. എൻ്റെ കുട്ടനോട് എനിക്ക് 2 വാക്ക് സംസാരിക്കാനോ അവൻ പറയുന്നത് എന്തെങ്കിലും അത് കേൾക്കാനോ ഒരു വഴിയില്ല. ഒരയൽക്കാരെങ്കിലും വീട്ടിൽ വന്ന് അവള് കയറ്റുമില്ല. എന്ത് ദുഷ്ടതരോ ചെയ്യുന്നത്. ഇതാ മോളെ, ഈ പാലും കൂടി വേഗം കുടിച്ചേ. പിന്നെ നമുക്ക് ഇന്ന് എന്ത് ഫുഡ് ഓർഡർ ചെയ്യണ്ടേ? എന്തിനാ അമ്മ എന്നും ഇങ്ങനെ ഓർഡർ ചെയ്യുന്നേ? അമ്മക്ക് വീട്ടിൽ എന്തെങ്കിലും ഉണ്ടാക്കി തിന്നാ പോരെ? അതാവുമ്പോ അച്ഛമ്മയ്ക്ക് കൊടുക്കാലോ. നീ എന്താ ഇങ്ങനെയൊക്കെ പറയണത്? അച്ഛമ്മയുടെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. ഒരു പാക്കറ്റ് ബ്രെഡ് ഉണ്ടെങ്കിൽ അച്ഛമ്മയ്ക്ക് 2-3 ദിവസത്തേക്കുള്ള ഭക്ഷണമായി. എന്നും അച്ഛമ്മക്ക് ബ്രെഡ് മാത്രല്ലേ കൊടുക്കല്? എനിക്ക് വേണ്ട വെള്ളയപ്പം പാൽ, ഞാൻ അച്ഛമ്മക്ക് കൊടുത്തോളാം. ഇരിക്കണേ ഇവിടെ. അച്ഛമ്മയ്ക്ക് കൊടുക്കാൻ പോണോ അവള്? മര്യാദക്ക് കഴിച്ചോ. ഇരുന്ന് കരയാനിരിക്കുകയാണെങ്കിൽ കരഞ്ഞോണ്ടിരുന്നോ. ലാസ്റ്റ് വിശക്കുണ്ടെന്ന് പറഞ്ഞിട്ട് എന്റെ അടുത്തേക്ക് വരണ്ട. ഇതിപ്പോ നീ കഴിച്ചില്ലെങ്കിൽ നിനക്കും അച്ഛമ്മയുടെ ഗതി തന്നെയാവും ട്ടാ. എൻ്റെ മോൾ എന്തിനാ കരയുന്നത്? അച്ഛമ്മയ്ക്ക് ബ്രെഡ് മതി മോളെ, അമ്മയ്ക്ക് അതാ ഇഷ്ടം. മോൾ എന്തിനാ അമ്മയോട് അടി കൂടുന്നത്? അച്ഛമ്മയ്ക്ക് വെള്ളയപ്പം വേണ്ടാഞ്ഞിട്ടാ. അത് അമ്മയ്ക്ക് അറിയാം, അതാ തരാത്തത് അമ്മ. അല്ല, അച്ഛമ്മയ്ക്ക് വെള്ളപ്പം തിന്നാനെന്താ അമ്മ തരായിട്ടല്ലേ? എന്റെ പൊന്നു മോള് കഴിക്കും. നീ വളർന്നു വരുന്ന കുട്ടിയാ. മെലിഞ്ഞ് എന്തോ പോലെ കോല. മോള് പോയി കഴിക്കും. അച്ഛമ്മയ്ക്ക് ബ്രെഡ് മതി. മോള് കരയണ്ട. എന്റെ മോളെ കഴിക്കിപ്പോ. എന്റെ പൊന്നു കരയണ്ട.
സാരമില്ല, 2 മാസം കഴിഞ്ഞ അച്ഛൻ വരില്ലേ? അച്ഛൻ വന്ന എന്റെ അമ്മ അച്ഛമ്മക്ക് നല്ല ഭക്ഷണം ഉണ്ടാക്കി തരും. ഇപ്പൊ മോള് കരയണ്ട, നടക്കും. നിനക്ക് കരയണ്ട, നിന്റെ അമ്മന്റെ മുൻപിൽ ഇത് മതി. നീ അച്ഛമ്മക്ക് ബ്രെഡ് പോലും തരുന്നതില്ലാണ്ടാവും. മോള് കഴിക്ക്. മോള് കഴിക്ക്. മോള് കഴിക്ക്. അമ്മ കണ്ട നിനക്ക് ഇങ്ങോട്ട് തരില്ല. കഴിക്കും. അച്ഛമ്മയ്ക്ക് മതി. അമ്മ വരുന്നതിന് മുന്നേ ഈ പാല് വേഗം എടുത്ത് കുടിച്ചോ. വേണ്ട, അമ്മയ്ക്ക് പാല് വേണ്ട. അത് എൻ്റെ അമ്മ കണ്ടു കഴിഞ്ഞാൽ മോൾക്കിന് പാൽ തരുന്നതില്ലാണ്ട്. മോള് കുടിക്ക്. അച്ഛമ്മയ്ക്ക് പാല് വേണ്ട. അച്ഛമ്മയ്ക്ക് മതി ഇത്. അച്ഛമ്മ ഈ സിനിമ അച്ഛമ്മ കണ്ടിട്ടുണ്ടോ? നല്ല പാട്ടല്ലേ? ഈ സിനിമ ഇല്ല മോളെ, ഇതൊക്കെ ഇന്നാളെ ഇറങ്ങിയ സിനിമകളല്ലേ. അച്ഛമ്മ എത്ര സിനിമ കണ്ടിരിക്കണ്. അച്ചാച്ചനുണ്ടാകുമ്പോ അമ്മൻ ഇങ്ങനെ സിനിമയ്ക്ക് കൂട്ടിയിട്ട് പോകും. ഇഷ്ടംപോലെ സിനിമ. നിന്റെ അച്ഛനും വരും. നിന്റെ അച്ഛൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കരയും, സിനിമയ്ക്ക് പോവുക പറഞ്ഞിട്ട്. അവൻ ലീവ് കിട്ടുമ്പോഴൊക്കെ ഞങ്ങൾ സിനിമയ്ക്ക് പോകും. അങ്ങനെയാണ് എൻ്റെ മോ. പിന്നെ അവനൊക്കെ വലുതായി, ജോലിയൊക്കെ കിട്ടി, കാറ് വാങ്ങിയപ്പോൾ പിന്നെ ഞങ്ങളെല്ലാവരും കൂടി കാറിലായിരുന്നു പോകുന്നത്. പിന്നെ അച്ചാച്ചൻ പോയ പിന്നെ അമ്മ എവിടെ സിനിമയ്ക്ക് പോകുന്നു മോളെ. പിന്നെ അച്ഛമ്മ എങ്ങോട്ടും പുറത്തേ പോയിട്ടില്ല. പുറത്തേക്ക് ഇറങ്ങാൻ വയ്യ. അച്ഛമ്മയ്ക്ക് മനസ്സ് വരുന്നില്ല. അച്ഛമ്മ ഞാൻ വലുതായിട്ട് സിനിമ കാണാൻ കൊണ്ടു. ഓ, എൻ്റെ മോള് വലുതായി നല്ലോണം പഠിച്ച് വലിയ കുട്ടിയായിട്ട് അച്ഛനെയും അമ്മനെയൊക്കെ നല്ലപോലെ നോക്കണം കേട്ടോ മോളെ. എൻ്റെ മോള് നല്ല പോലെ നോക്കണം. അച്ഛനെയും അമ്മനെയും മാതാപിതാക്കളെ ഒരിക്കലും വേദനിപ്പിക്കരുത്. അവരിന് വേദനിപ്പിച്ചാ അവരുടെ ശാപം കിട്ടും ഞമ്മക്ക്. എന്താ പറഞ്ഞു കൊടുക്കണ കുട്ടിക്ക്? ശാപം കിട്ടുന്ന? എന്ത് ശാപം കിട്ടുന്ന കാര്യം പറയണത്? ഈ ചെറുപ്രായത്തിലെ കുട്ടിക്ക് ഓരോന്ന് പറഞ്ഞിട്ട് കുട്ടീനെ കേടുവരുത്തിയുണ്ടല്ലോ. ഓരോന്ന് ഉപദേശിക്കാൻ നിക്ക കുട്ടീനെ. വെറുതെ ഇരുന്ന് TV കാണാതെ പോയി പണിയെടുക്ക. പാത്രങ്ങൾ ഇഷ്ടം പോലെ കഴുകാണ്ട്. മോളിരുന്ന് TV കാണാം. അമ്മ പാത്രം കഴുകിയിട്ട് വരാം. ഇരുന്ന എണിക്കാനും വയ്യ, നടന്നാലിരിക്കാനും വയ്യ. വരണൊരവസ്ഥ. ഇത്തിരി തൈലം കിട്ടുന്ന കാലിലിട്ടാ ആ കാല് വേദന അങ്ങ് മാറിക്കിട്ടുമായിരുന്നു. അതെ, ആ പാത്രം കഴിക്കാൻ പറയേ. എന്താ മോളെ, എങ്ങോട്ടെങ്കിലും പോകാനുണ്ടോ? പോകാനോ? നിങ്ങളെ കൂട്ടിട്ടാ? ആ പാത്രം കഴുകൽ കഴിഞ്ഞാ പറയേ. ഫ്രിഡ്ജില് ചിക്കൻ ഉണ്ട്, ഞാൻ അതെടുത്ത് പുറത്ത് വെച്ചുതരാം. അതിലിത്തിരി മുളകൊക്കെ തിരുമ്മി അവിടെ വെക്കേ. ഈ പെണ്ണിനാണെങ്കിലേ പുറത്തുനിന്ന് എന്തെങ്കിലും ഓർഡർ ചെയ്ത് കൊടുക്കാന്ന് പറഞ്ഞാൽ അതൊന്നും വേണ്ട. ആവുന്നില്ല നിന്ന് കഴുകാനും എന്താക്കാനും. ചെയ്യാതിരുന്ന പാത്രങ്ങളിലൊക്കെ എടുത്ത് കറിയെടുക്കും. എന്തെല്ലാം ചെയ്യാൻ പറ്റുന്നത് എല്ലാം ചെയ്യും. മോനെ, ഇതൊന്നും കണ്ണിൽ കാണാൻ കഴിയുന്നില്ല എനിക്ക്. എന്തിനാ ഇത്രത്തോളം എന്നെ ഇട്ട് വെച്ചിരിക്കുന്നത്?
മോനെ ഒന്ന് എനിക്ക് കണ്ടിട്ട് എനിക്ക് മരിച്ചാൽ മതി, ജീവിക്കണ്ട ഇവളുടെ ഇടയിൽ. അയ്യോ, അച്ഛമ്മയാണോ ഇതൊക്കെ ചെയ്യുന്നത്? അത് സാരമില്ല മോളെ, അമ്മൻ്റെ വീട്ടിലെ പണിയല്ലേ, ഒക്കെ അച്ഛമ്മ ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. അമ്മ ഓർഡർ ചെയ്യാൻ വേണ്ടി പറഞ്ഞതാ. ഓർഡർ ചെയ്തിട്ട് എന്താ, ഞാനും അമ്മയും മാത്രമല്ലേ തിന്നുള്ളൂ. ബാക്കി ഉണ്ടെങ്കിൽ അച്ഛമ്മ ഇട്ട തേരയില്ല, അമ്മ അങ്ങ് കൊണ്ട് കളയും. അതാ അമ്മ വിചാരിക്കുന്നുണ്ടാവും അച്ഛമ്മയ്ക്ക് ഹോട്ടലിൽ ഭക്ഷണം ഒന്നും കഴിച്ചാൽ വയറിന് ശരിയാവില്ല എന്ന് പറഞ്ഞിട്ടായിരിക്കാം. അല്ലെങ്കിലും അച്ഛമ്മ ഹോട്ടലിൽ ഭക്ഷണം ഒന്നും കഴിക്കലില്ല മോളെ. എങ്ങനെയാ കഴിക്കാൻ പറ്റുക? നിന്റെ അച്ഛനെയൊക്കെ വളർത്തുന്ന സമയത്ത് ദാരിദ്ര്യമുള്ള സമയമായിരുന്നു മോളെ, പൈസയില്ല, റേഷൻ വീടുന്ന എന്തെങ്കിലും കിട്ടും, അതുകൊണ്ടൊക്കെ ആയിരിക്കും ഇവിടെ ചോറ് വെച്ച് നിന്റെ അച്ഛനൊക്കെ കൊടുക്കുന്നത്. കുറേ കുടുംബമാ, എല്ലാവരും കഴിച്ചു നോക്കുമ്പോൾ അച്ഛമ്മയ്ക്ക് അന്നും ഒന്നും കിട്ടില്ല, ഇച്ചിരി വെള്ളം എന്തെങ്കിലും കിട്ടുള്ളൂ. അമ്മ എന്നും വീട്ടിൽ നിന്ന് ആകെ തീരുന്ന ഒരു ഗ്ലാസ് വെള്ളവും ബ്രെഡും അല്ലേ. മതി, അച്ഛമ്മയ്ക്ക് ഇത്രയും കാലം ജീവിച്ചില്ലേ, ഇനി അച്ഛമ്മയ്ക്ക് ജീവിക്കണമെന്നൊന്നും ഇല്ല മോളെ. അച്ഛനെ ഒന്ന് കാണണം എനിക്ക്. എന്റെ അച്ഛൻ എപ്പോഴാ വരാറായോ? ഞാൻ അറിയില്ല, ഞാൻ അച്ഛൻ വന്നാൽ ഞാൻ എന്തായാലും പറയും. മോള് പറയണ്ട, അച്ഛൻ പോയി കഴിഞ്ഞാൽ നിന്റെ അമ്മ അച്ഛമ്മനെ എന്താ ചെയ്യണമെന്ന് അറിയില്ല. മോളോട്ട് സ്കൂളിൽ പോവും. നിന്റെ അച്ഛനെ ഒന്ന് കണ്ടിട്ട് എനിക്ക് എവിടെയെങ്കിലും ഇറങ്ങി പോയാൽ മതി, എനിക്ക് ഇവിടെ ഇരിക്കണ്ടേ. എന്റെ മോള് പോകാൻ നോക്ക. അയ്യ, ഈ പെൺകുട്ടി ഏതാ മോളെ? ഈ പ്രാവശ്യം ഇലക്ഷന് നിൽക്കുന്നതാന്ന് തോന്നുന്നു. ഇലക്ഷൻ കുട്ടിയാ? ആ, അത് ശരി. ഇതൊക്കെ ഏതാണാവോ, ഒന്നും കാണുന്നില്ല. അല്ല, അച്ഛമ്മ വോട്ട് ചെയ്തോ? ഓ, അച്ഛമ്മ വോട്ട് ചെയ്തു. ആരാ അച്ഛമ്മനെ കൊണ്ടുപോയേ? രാമകൃഷ്ണൻ. എല്ലാ വർഷവും അവൻ തന്നെ വന്ന് കൊണ്ടുപോകുന്നതും കൊണ്ടാക്കുന്നതൊക്കെ. അച്ഛമ്മക്ക് വോട്ട് ചെയ്യാതിരിക്കാൻ പറ്റില്ല. അച്ഛനുള്ള ടൈമില് അച്ഛമ്മനെ നേരത്തെ കൊണ്ടുപോകും, എന്നിട്ട് വണ്ടിയിൽ കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടാക്കിയിട്ട് പിന്നെ അച്ഛൻ അവിടെ പോയി നിൽക്കും. എല്ലാം കഴിഞ്ഞ പിന്നെ ഇവിടെ വരിക. അങ്ങനെയാണ്. വലിയ ഇഷ്ടമാണ്, സന്തോഷമാണ് വോട്ടിൻ്റെ ടൈമൊക്കെ വന്നു കഴിഞ്ഞാൽ. ഇപ്പൊ ദുബായിലൊക്കെ നല്ല വെയിലായിരിക്കില്ലേ എൻ്റെ മോൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത്. ഹലോ ഏട്ടാ. അച്ഛമ്മ അമ്മ ആരോടെ ഫോൺ ചെയ്യുന്നുണ്ടല്ലോ. ആ, ഇന്ന് ലീവല്ലേ? അച്ഛനാന്ന് തോന്നുന്നു. ഈ സമയത്ത് അച്ഛൻ വിളിക്കുവോ? മോളൊന്ന് ചെന്ന് നോക്ക്. അച്ഛമ്മക്ക് അച്ഛനോട് ഫോൺ ചെയ്യണോ? ഫോൺ ചെയ്യണം മോളെ. ഒന്ന് അച്ഛനാണെങ്കിൽ ഫോൺ തരുമോ ചോദിക്കുന്നില്ല അമ്മൻ്റെ. ഞാൻ കിട്ടോ നോക്കട്ടെ. നോക്കട്ടെ. മോനെ അതിനെ കാണാൻ രണ്ട് വാക്ക് പറയാനോ? ആ, അമ്മയൊക്കെ സുഖമായിട്ടിരിക്കണു, അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ല. ആ അതെ, ഇപ്പൊ അതേ ചോറും ചിക്കൻ കറിയൊക്കെ കൂട്ടി ഭക്ഷണം കഴിച്ചിട്ട് ഇപ്പൊ പോയി കിടന്നേ ഉള്ളൂ. നല്ല ഉറക്കമായിട്ടുണ്ടാവും, ഇപ്പൊ കിടക്കുമ്പോഴത്തേക്ക് ഉറങ്ങും. എങ്ങനെ ഉറങ്ങാതിരിക്കുക, വൈകുന്നേരം ആയി കഴിഞ്ഞാൽ ദേഹത്തൊക്കെ എന്നെ കൊണ്ട് തൈലം തേപ്പിക്കുക, ചൂടുവെള്ളം കൊണ്ട് കുളിക്കുക, അതൊക്കെയാണ് പരിപാടി. അപ്പൊ പിന്നെ സുഖമായിട്ട് ഉറക്കം വരില്ലേ? ആ, അതന്നെ. ഏയ്, ഏട്ടനെ പറ്റിയൊന്നും ചോദിക്കാറില്ല. ഇടയ്ക്ക് എപ്പോഴും ഒന്ന് ചോദിച്ചു ഏട്ടന് എന്നാ വരികന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു ഇനി 6 മാസം കൂടി ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഒന്നും ചോദിക്കൊന്നുമില്ല. അമ്മയ്ക്കിപ്പോ ഏട്ടനെ പറ്റിയൊന്നും ചിന്തയൊന്നുമില്ല. ഞാൻ അത്ര നന്നായിട്ടല്ലേ നോക്കണത്. ആ ഞാൻ നന്നായി നോക്കും, ഏട്ടന് ഒരു പേടിയും വേണ്ട. അച്ഛമ്മക്ക് ഫോൺ വേണം. ആ ഏട്ടാ. ആ അതെ, നമ്മുടെ മോള് വന്നതാ. ആ, എന്തോ പെൻസിലും കളറും കാണാനില്ല എന്നൊക്കെ പറയാൻ വേണ്ടി വന്നതാ. ഞാൻ പോയിട്ട് ഒന്ന് എടുത്തു കൊടുക്കണം. ആ, ഇന്ന് ലീവല്ലേ? ആ ആ, എന്നാ ശരി, എന്നാ ഞാനിനി വൈകുന്നേരം വിളിക്കാം. ഓക്കെ. അച്ഛമ്മ, അമ്മ ഫോൺ തന്നില്ല. ഞാൻ കൊറേ ചോദിച്ചു. ഈ ഒരു ഫോണില്ലേ മോളെ ഇവിടെ ഉള്ളു, വേറെ ഒന്നുമില്ല. അച്ഛനൊന്ന് വിളിക്കും.
അച്ഛൻ്റെ നമ്പർ കിട്ടുമോ നോക്കട്ടെ, എന്നിട്ട് ആരോടെങ്കിലും ചോദിച്ച് വിളിക്കാം. ഇവിടെ കൊണ്ടുവരണ്ട മോളെ. എൻ്റെ അമ്മ നിന്നെ അടിച്ച് ശരിയാക്കി തരും. വേറെ ആരോടെങ്കിലും വിളിച്ചിട്ട് എന്താ പറയുന്നത്? അച്ഛനൊക്കെ എന്തെങ്കിലും പറഞ്ഞാൽ അത് അവളെ വിളിച്ച് പറയില്ല അച്ഛൻ. വേണ്ട, എൻ്റെ മോൻ വരട്ടെ, എനിക്ക് വന്നിട്ട് കണ്ടാൽ മതി. അച്ഛമ്മ എത്രയൊക്കെ വെച്ചിട്ടാ അമ്മേനെ ഇങ്ങനെ സഹിക്കുക? എന്ത് ചെയ്യാനാ മോളെ? ആരെങ്കിലും കുടുംബക്കാരോ ആരും വരുന്നത് അവൾ അവരുടെയൊക്കെ പണിക്ക് നിർത്തി. ഒരാളും വരുന്നില്ല, ഒരു ഫോണും ഇല്ല വിളിക്കാനോ പറയാനോ ഒന്നും. പുറത്തുനിന്ന് ഒരാളെയും നിന്റെ അമ്മ ഇങ്ങോട്ട് കയറ്റില്ല. എന്നിട്ട് ഒരു ജന്മം എൻ്റെ ഈ ജീവിതം ഇന്ന് അവസാനിച്ച് പോയാൽ മതി. മതി, അങ്ങനെയൊന്നും പറയരുത്. വേണ്ട മോളെ. ഈ നരകത്തുനിന്ന് എവിടെയെങ്കിലും പോയി കിട്ടിയാൽ മതി എനിക്ക്. ഞാനുള്ളപ്പോ അച്ഛമ്മ എൻ്റെ മോള് ചെറിയ കുട്ടിയല്ലേ, എന്ത് ചെയ്യാൻ കഴിയും മോൾക്ക്? മോള് വലുതാകുന്നവരെ ഇനി ഞങ്ങളൊക്കെ വലിയ കുട്ടിയായി കഴിഞ്ഞ് എവിടെയെങ്കിലും കൊണ്ട് പഠിക്കാനാക്കുന്നില്ല അച്ഛമ്മ. പിന്നെ എന്ത് ചെയ്യും ഞാൻ? പിന്നെ ഒറ്റപ്പെടില്ല. അച്ഛമ്മ ഞാനുള്ളിടത്ത കാലം അച്ഛമ്മക്ക് ഒന്നും സംഭവിക്കില്ല. അച്ഛമ്മ അങ്ങനത്തെ ഒന്നും ആലോചിക്കണ്ട. സമയം എത്രയാണോ? മോളെ ലച്ചു, എണീറ്റോ? നേരെ വിളിച്ചായി. അച്ഛമ്മോടെ മിറ്റടിക്കാൻ പറയും. ഇന്നലെ വാതിലടയ്ക്കാതെ കിടന്നേ? നമ്മളിന്നലെ വാതിലടയ്ക്കാതെ കിടന്നേ? അടിച്ചിട്ടുണ്ടല്ലോ. അച്ഛമ്മ അവിടെ ഇല്ല, നോക്ക്. അച്ഛമ്മല്ലേ വാതിൽ അടിച്ചെടുക്കുന്നത്? അച്ഛമ്മ എണീച്ചിട്ടില്ല. അമ്മേ, അച്ഛമ്മനെ കാണാനില്ല. അച്ഛമ്മ വല്ല പുറത്തെങ്ങാനും പോയിട്ടുണ്ടാവും, ബാത്റൂമിലേക്കട്ടെ. അച്ഛമ്മേ, 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 അച്ഛമ്മ എവിടെ പോയി? അച്ഛമ്മ ബാക്കിത്തെ ബാത്റൂമിലൊന്നും ഇല്ല. നോക്കട്ടെ, അടുക്കളയിലെങ്ങാനും ഉണ്ടാവും, നോക്കട്ടെ. മുകളിലേക്ക് എങ്ങനെ പോയിട്ടോ നോക്കുമ്പോളെ. ഞാനിപ്പോ അച്ഛനോട് എന്താ പറയാ? അച്ഛമ്മേ, 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 മുകളിലൊന്നും ഇല്ല അമ്മേ. പറമ്പിൽ എവിടെയെങ്കിലും ഉണ്ടാണോ അമ്മ? അവിടെ ഒന്നും ഇല്ല അച്ഛമ്മ. അയ്യോ, എന്റെ അച്ഛമ്മക്ക് എന്നെ പറ്റിയാലുണ്ടല്ലോ, അവിടെ കാണാനില്ല അമ്മേ. ഞാനിപ്പോ എന്റെ അച്ഛനെ വിളിക്കും. വിളിക്കലടി. എന്റെ അച്ഛമ്മക്ക് എന്നെ സംഭവിച്ചത് പോലീസിനെ വിളിക്കേ. എന്റെ അച്ഛമ്മ എപ്പോഴും പറയാറുണ്ട്, ഈ നരകത്തിന് എങ്ങനെയെങ്കിലും ഒന്ന് പോണം. അച്ഛൻ വന്നിട്ട് പോവും എത്ര പ്രാവശ്യം പറഞ്ഞേക്ക്. എന്തെങ്കിലും ചെയ്യമ്മേ. നീ കരയാതിരിക്കേ, കരഞ്ഞ് ആൾക്കാരെ കൂട്ടാതിരിക്കേ. ഞാൻ എന്താ ചെയ്യണ്ടേ? ഞാനൊന്ന് നോക്കട്ടെ, നിക്ക്. എത്ര നേരമായി? എന്റെ അച്ഛമ്മക്ക് എന്താ സംഭവിച്ച? ഞാൻ അച്ഛനെ വിളിക്കും. നിന്നോട് പറഞ്ഞില്ലേ ഇവിടെ നടക്കണ കാര്യങ്ങളൊക്കെ നിനക്ക് അച്ഛനെ വിളിച്ച് പറയാനാ? പിന്നെ എന്റെ അച്ഛമ്മക്ക് എന്താ സംഭവിച്ച? അച്ഛമ്മ എവിടേക്കും പോയതാവില്ലേ, എനിക്ക് പണി തരാൻ വേണ്ടിട്ട് എവിടെയെങ്കിലും മാറി നിൽക്കാവും. കുറച്ച് കഴിഞ്ഞാൽ വന്നോളും. അച്ഛമ്മക്ക് അമ്മനെ പോലെ വൃത്തിയുടെ സ്വഭാവമൊന്നുമില്ല. എന്റെ അച്ഛമ്മ എപ്പോഴും പറയാറുണ്ടായിരുന്നു, അമ്മ ദ്രോഹിച്ചിട്ടാണ്. അമ്മ എന്തിനാ അച്ഛമ്മ ഇങ്ങനെ ആക്കുന്നേ? ഏതായാലും ഇപ്പൊ എല്ലാരും അറിയും. ആരെയും വിളിച്ചു പറയാൻ ഞാൻ സമ്മതിക്കില്ല. നീ പോയേ. എന്റെ അച്ഛമ്മക്ക് എന്നെ പറ്റും, വിളിക്കേ. അവർക്കൊന്നും പറ്റില്ല, അവർ തിരിച്ചു വന്നോളും. ഇല്ലെങ്കിൽ ഞാൻ നോക്കിക്കോളാം. നീ പോയേ ഇവിടുന്ന്. ഇനി ഇവിടെ കിടന്ന് കരഞ്ഞാ നിനക്ക് എന്നെ നല്ല അടി കിട്ടും. പോ, എന്റെ മുന്നിന്ന് പോ. ഞാനിനി ഏട്ടൻ വിളിച്ച് എന്താ പറയാ? അച്ഛമ്മ എന്തിനാ എന്നെ ഇവിടെ ഒറ്റക്കാക്കിട്ട് പോയി? എന്നോടൊരു വാക്ക് പറഞ്ഞിട്ട് പോയ പോലെ. അച്ഛമില്ലാതെ ഞാനിനി ഇവിടെ എങ്ങനെ ഒറ്റക്ക് നിൽക്ക? അച്ഛമ്മ തിരിച്ചു വാ.
എന്റെ അച്ഛമ്മയ്ക്ക് ഒന്നും സംഭവിക്കില്ല. അച്ഛമ്മ തിരിച്ചു വാ. അച്ഛമ്മേ, എന്തിനാ അച്ഛമ്മ പോയത്? അച്ഛമ്മ എന്നെ ഓർത്തിട്ടെങ്കിലും തിരിച്ചു വാ.